പ്രിയ സ്നേഹിതരെ, നാം ഏതെങ്കിലും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഒരു സർക്കാർ സ്ഥാപനത്തിലേക്ക് ചെന്നു എന്ന് കരുതുക. അവിടെ ചെന്ന് ഞാനൊരു അപേക്ഷ കൊടുക്കുമ്പോൾ ഞാനാണ് അപേക്ഷകൻ, ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു തിരിച്ചറിയൽ കാർഡിൻ്റെ ഒരു കോപ്പി കൂടി എൻ്റെ അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ടത് ആവശ്യമാണ്. പണ്ടൊക്കെ റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി അപേക്ഷയോടൊപ്പം കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നീടത് ഇലക്ട്രൽ കാർഡ് അല്ലെങ്കിൽ വോട്ടർ കാർഡാണ് നമ്മെ അപേക്ഷകൻ്റെ തിരിച്ചറിയൽ കാർഡായിട്ട് അപേക്ഷയോടൊപ്പം നൽകേണ്ടത്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി ആധാർ കാർഡാണ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ കാർഡായിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നാം ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലോ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസ്, സെക്രട്ടേറിയറ്റ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി ചെല്ലുമ്പോൾ എല്ലായിടത്തും ആധാർ കാർഡാണ് ആവശ്യമായിട്ട് വേണ്ടത് തിരിച്ചറിയാൻ വേണ്ടി. എന്നാൽ ഒരു സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നതെങ്കിൽ നാം അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് മാത്രം പോരാ, ആധാർ കാർഡിനൊപ്പം പാൻ കാർഡ് കൂടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് ഓരോ ആവശ്യങ്ങൾക്കും ഓരോ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചുകൊണ്ട് വേണം നാം ഒരു അപേക്ഷ കൊടുക്കാൻ എന്നുള്ളത് നാം അറിയേണ്ടത് ആവശ്യം. ഇനി വളരെ പ്രചാരത്തിലുള്ള മറ്റൊരു തിരിച്ചറിയൽ കാർഡാണ് ഡ്രൈവിംഗ് ലൈസൻസ്. ഇനി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ടും വണ്ടി ഓടിക്കുവാനുള്ള നിയമപരമായിട്ടുള്ള പ്രായമെത്തിയ എല്ലാവർക്കും ഡ്രൈവിങ്ങിന് അപേക്ഷിക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. നമ്മുടെ പേര്, മേൽവിലാസം, പ്രായം, ജനനത്തീയതി, ബ്ലഡ് ഗ്രൂപ്പ്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ ഉണ്ടായിരിക്കും. ഇനി ഞാൻ വിദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടതാണെങ്കിൽ ഇതൊന്നും പറ്റുകയില്ല. പാസ്പോർട്ട് നമുക്ക് അത്യാവശ്യമായിട്ടും വേണം. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പല ആവശ്യങ്ങൾക്കും ഓരോ തരത്തിൽ നിയമം അനുവദിക്കുന്ന അല്ലെങ്കിൽ അനുശാസിക്കുന്ന തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഞാൻ വഴിയെ നടന്നു പോകുമ്പോൾ ഒരു പേഴ്സ് വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ ആ പേഴ്സ് ആരുടെ ആണെന്ന് എത്രയും വേഗത്തിൽ കണ്ടുപിടിച്ച് ആ ഉടമസ്ഥൻ അത് കൊടുക്കേണ്ടത് ആവശ്യം. കാരണം മിക്കപ്പോഴും പേഴ്സിനകത്ത് ഈ പറയുന്ന തിരിച്ചറിയൽ കാർഡും ആ ഉടമസ്ഥന് ആവശ്യമുള്ള പണവുമായിരിക്കും ഈ പേഴ്സിലുള്ളത്. അതൊരു കാരണവശാലും നമ്മൾ എടുക്കുകയോ നഷ്ടപ്പെടുത്തി കളയുകയോ ചെയ്യരുത്. അത് കണ്ടെത്തി കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ദേശത്തെ നിയമം പറയുന്നത് ആ പേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രേഖകൾ, അങ്ങനെയുള്ള കാർഡുകളൊക്കെ ഏറ്റവും സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആ പേഴ്സ് അവിടെ ഏൽപ്പിക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ച് അത് പേപ്പറിൽ എഴുതി, പേപ്പറും ആ എഴുതിയ പേപ്പറും പേഴ്സും കൂടെ വേണം അവിടെ കൊടുക്കാനായിട്ട് എന്നുള്ളതും നമ്മൾ നിയമം ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എന്നെ തിരിച്ചറിയാൻ വേണ്ടി പല തരത്തിലുള്ള രേഖകൾ വേണം എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം ആവശ്യപ്പെടുന്നു. ഇനി ദൈവം നമ്മളെക്കുറിച്ച്, നമ്മെ തിരിച്ചറിയാൻ വേണ്ടി ഏതെങ്കിലും കാർഡ് ദൈവം കൈവശം വെക്കുന്നുണ്ടോ, അതോ നമ്മൾ വെക്കുന്നുണ്ടോ? ഇനി മറ്റൊരു രീതി ചിന്തിച്ചാൽ, എൻ്റെ മാതാവിനും പിതാവിനും എന്നെ തിരിച്ചറിയാൻ വേണ്ടി ഒരു കാർഡ് ആവശ്യമുണ്ടോ? ഈ പറഞ്ഞ രണ്ട് വിഷയത്തിലും എൻ്റെ ജനനം മുതൽ ഈ നിമിഷം വരെ എന്നെ അറിയുകയും കാണുകയും ചെയ്യുന്ന എൻ്റെ ദൈവം, അതേപോലെ എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ മാതാപിതാക്കൾ, ഇവർക്കൊരു തിരിച്ചറിയൽ കാർഡും ഞാൻ കൊടുക്കേണ്ടതില്ല, അല്ലെ അവർക്ക് എൻ്റെ ഒരു തിരിച്ചറിയൽ കാർഡ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എന്നെ വ്യക്തമായിട്ടറിയാം. എൻ്റെ മാതാവിനും പിതാവിനും എന്നെ അറിയാവുന്നതിലും വളരെയധികമായി എൻ്റെ ദൈവം എന്നെ അറിയുന്നു. എൻ്റെ ദൈവം എന്നെ പുറമേ അല്ല, എൻ്റെ ദൈവം എൻ്റെ സ്വഭാവം അറിയുന്നു, എൻ്റെ ദൈവം എൻ്റെ സംസാരം അറിയുന്നു, എൻ്റെ ദൈവം എൻ്റെ ചിന്തകളെ അറിയുന്നു. അപ്പം എൻ്റെ അകവും പുറവും മുഴുവനായി അറിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം എന്ന് മനസ്സിലാക്കി. ഇനി അതേപോലെ ഈ ദൈവം എൻ്റെ സ്വന്തമാണെന്ന് പറയുവാൻ കഴിയുമോ? അതേപോലെ ദൈവത്തിൻ്റെ സ്വന്തമാണ് ഞാൻ എന്ന് എനിക്ക് പറയാൻ കഴിയുമോ? ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാൻ കഴിയും എന്നുള്ള ഒരു വാക്യം ഇങ്ങനെ ബൈബിളിലുണ്ട്.
ഞാൻ ആ വാക്യം പഠിച്ചപ്പോൾ, ബൈബിൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം പറയട്ടെ. ഈ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ സൃഷ്ടിച്ച, എന്നെ വഴി നടത്തുന്ന, എൻ്റെ മേൽ നിയന്ത്രണമുള്ള, എൻ്റെ മേൽ അധികാരമുള്ള ഈ ജീവനുള്ള ദൈവത്തെ ഞാൻ സ്വീകരിപ്പാൻ ഞാൻ തീരുമാനിച്ചു. അതിനാൽ ദൈവം എൻ്റെ പിതാവും ഞാൻ ദൈവത്തിൻ്റെ മകനുമായി തീരാൻ കഴിയും എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയ ഞാൻ ദൈവത്തെ സ്വീകരിച്ചു. അന്നു മുതൽ, സ്വീകരിച്ച അന്നു മുതൽ ഞാൻ ദൈവത്തിൻ്റെ മകനും ദൈവം എൻ്റെ പിതാവുമാകുന്നു. അങ്ങനെ ഒരു അപ്പൻ മകൻ എന്നൊരു ബന്ധം, അല്ലെങ്കിൽ അപ്പൻ മക്കൾ എന്നൊരു ബന്ധം ദൈവവുമായി സ്ഥാപിക്കുവാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യമായ ദൈവത്തിനൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ആരോടെങ്കിലും പറയുന്നത് പോലെയല്ല, എനിക്കറിയാത്ത ഒരാളോട് സംസാരിച്ച് കാര്യങ്ങൾ പറയുകയല്ല, എൻ്റെ അപ്പനോട്, എൻ്റെ പിതാവിനോട് പറയുന്നത് പോലെ പറയുവാൻ ആ ദൈവവുമായ ഒരു ബന്ധം എനിക്ക് സ്ഥാപിച്ച് കിട്ടി. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആ ദൈവവുമായി, ജീവനുള്ള ദൈവവുമായി ഒരപ്പൻ എന്ന നിലയിൽ ആ ദൈവത്തെ കാണാൻ എനിക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.